എല്ലാവർക്കും നമസ്കാരം. ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ദാർശനിക കൃതിയായ ആത്മോപദേശ ശതകം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകൾ, വേദാന്തശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. ഇതൊരു ശതകമാണ്, അതായത് 100 പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ്. ശ്രുതി യുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്വൈത ബോധമാണ് ജഗത്തിൻ്റെ പരമസത്യമെന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വാനുഭവത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്നനുഭവിക്കാൻ ഉതകുന്ന ഒരു കൃതിയാണിത്. ആ സ്ഥിതിക്ക് ഇത് വേണ്ട പോലെ മനനം ചെയ്ത് ഗ്രഹിക്കുക കൂടി ചെയ്താലുള്ള കഥ പറയാനില്ലല്ലോ. ശാസ്ത്രബോധവും അനുഭവഭാഗ്യവും സിദ്ധിക്കാത്തവർക്ക് ഇതിൻ്റെ താൽപ്പര്യം സ്പഷ്ടമാകാൻ പ്രയാസമാണ്. ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർ ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹരായി തീരുന്നതാണ്. 1-ാം പദ്യം. ആത്മോപദേശ ശതകം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും. കരിവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. വ്യാഖ്യാനം. പ്രപഞ്ചത്തിൽ കാണുന്ന സകല പദാർത്ഥങ്ങളും ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളാണ്. അനന്തകോടി സൗരയൂഥങ്ങളും പഞ്ചഭൂതങ്ങളുമെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നു. സകല പ്രപഞ്ച ഘടകങ്ങൾക്കും ഉൽപ്പത്തിയും ലയവും കാണുന്നു. ഇക്കാര്യം ഇന്ന് ഭൗതിക ശാസ്ത്രത്തിനു പോലും സംശയരഹിതമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം ആവിർഭാവലയങ്ങളോടുകൂടിയ കാര്യരൂപങ്ങളാണെങ്കിൽ ഇവയ്ക്ക് പൊന്തി വരാനും സ്ഥിതി ചെയ്ത് മറയാനും നിത്യമായ ഒരു പരമകാരണം ഉണ്ടായേ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയും. എവിടെ നിന്നിവ ഉണ്ടായി വരുന്നു? എവിടെ ഇവ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് ഇവ തിരിച്ചു ലയിക്കുന്നത്? പ്രപഞ്ചഘടകങ്ങളുടെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് പരമകാരണമായ ആ അടിത്തറയെ അന്വേഷിച്ചു കണ്ടെത്തിയ ശാസ്ത്രമാണ് വേദാന്തം. എന്താണ് ആ പരമകാരണം? അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. അങ്ങനെയുള്ള ബോധത്തിൻ്റെ ശക്തി ബോധസത്യത്തിന് അല്പം പോലും ചലനമോ വികാരമോ വരുത്താതെ അതിൽ ഉണ്ടാക്കി നിലനിർത്തി മറയ്ക്കുന്ന നാമരൂപങ്ങൾ മാത്രമാണ് സൂര്യചന്ദ്രാദി പരമാണു വരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും. അതായത് നാമരൂപങ്ങളായി വേർതിരിയുന്ന എല്ലാ പ്രപഞ്ചഘടകങ്ങളിലും മൺപാത്രങ്ങളിൽ മണ്ണെന്ന പോലെ വസ്തുവായുള്ളത് ബോധം മാത്രം. നാമരൂപങ്ങൾ വെറും തൽക്കാല ദൃശ്യങ്ങൾ. അപ്പോൾ ശുദ്ധവും നിശ്ചലവുമായ ബോധം സത്യം. നാമരൂപങ്ങളിൽ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്ന ബോധം പ്രപഞ്ചം. ഇതാണ് വേദാന്തശാസ്ത്രത്തിൻ്റെ സത്യപ്രവചന വിവേചനം.
നാമരൂപ സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധമായ അഖണ്ഡബോധത്തെ സ്വസ്വരൂപമായി ആർക്കു വേണോ അനുഭവിച്ചറിയാനും കഴിയും. ആ നിലയിൽ അത് ജനിക്കാത്തതും മരിക്കാത്തതുമായ നിത്യസത്യമാണെന്നും തെളിയും. അങ്ങനെ പ്രപഞ്ച യാഥാർത്ഥ്യം സുധീരം കണ്ടെത്തിയ സത്യാന്വേഷികളായിരുന്നു ഉപനിഷത്ത് കാലത്തെ ഭാരതീയ ഋഷിവര്യന്മാർ. അടുത്ത കാലത്ത് നമുക്ക് സുപരിചിതരായി തീർന്നിട്ടുള്ള സത്യനിഷ്ഠന്മാരായ മറ്റു ചിലരുടെ പേരുകൾ ഇത്തരുണത്തിൽ ഒന്ന് ഓർമ്മിക്കാം. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ, ശ്രീ രാമകൃഷ്ണ പരമഹംസൻ, ശ്രീ വിവേകാനന്ദ സ്വാമികൾ, ശ്രീ രമണ മഹർഷി, ശ്രീ അരവിന്ദ ഘോഷ് തുടങ്ങിയവരെ ഈ പട്ടികയിൽപ്പെടുത്താം. കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മോടൊത്തു ജീവിച്ച് സത്യാനുഭൂതിയിൽ മുഴുകി സ്വയം കുളിർത്തും മറ്റുള്ളവരെ കുളിർപ്പിച്ചും ജീവിച്ച 2 യതീശ്വരന്മാരായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീ നാരായണ ഗുരുദേവനും. ഈ തപസ്വികളിൽ സത്യത്തെ ദർശിച്ച് അതുകൊണ്ടുണ്ടായ അനിതര സാധാരണമായ യുക്തിയുമേന്തി മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി അനവരതം യത്നിച്ച് ജീവൻ മുക്തനായി തന്നെ ദേഹമുപേക്ഷിച്ച ഒരു അവതാര പുരുഷനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. നിർഭയവും ശാന്തവുമായ ലോകസേവനത്തിനാവശ്യമായ ബലവും വീര്യവും തനിക്ക് ആർജിച്ചു തന്ന ഉജ്ജ്വലമായ സത്യാനുഭൂതിയുടെ ആസ്വാദ്യത നിറഞ്ഞ സ്വരൂപ വിവരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും. ബോധസ്വരൂപമായ സത്യത്തെ അറിവ് എന്ന പദം കൊണ്ടാണ് ഗുരുദേവൻ പലയിടത്തും നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ശുദ്ധവും അഖണ്ഡവുമായ അറിവ് സത്യം, നാമരൂപ സങ്കല്പങ്ങളിൽ പെടുന്ന അറിവ് പ്രപഞ്ചം എന്ന് നമുക്ക് വേർതിരിക്കാം. സാമാന്യമായി ഇക്കാര്യം ധരിച്ചുകൊണ്ട് നമുക്ക് ഗുരുദേവ കൃതിയായ ആത്മോപദേശ ശതകത്തിലേക്ക് കടന്നു ചെല്ലാം. ആത്മോപദേശ ശതകം ആഴമുറ്റ അനുഭവത്തിൽ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട് ആവർത്തിച്ച് ഉറപ്പിക്കപ്പെട്ട വേദാന്ത സിദ്ധാന്തങ്ങളുടെ 100 ഉജ്ജ്വല രത്നങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള ഒരു ദിവ്യ പേടകമാണ്. ആ പേടകം തുറന്നൊന്ന് നോക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വിശ്വാസീതമായ അനന്തസത്തയുടെ അനുഭൂതി പകർന്നു തരുന്ന പ്രകാശധാരയിൽ കണ്ണുമഞ്ചി നാം അല്പം നിന്നുപോകാനിടവരുന്നു. 1. സത്യബോധം. ആദ്യത്തെ 6 ശ്ലോകങ്ങളിൽ നിർവികൽപ്പമായ സത്യത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുകയാണ് ഗുരുദേവൻ. 1-ാം പദ്യം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 തെരുതെര വീണു വണങ്ങിയോതിടേണം. അറിവിലും അവനവനുണ്ടാകുന്ന നാമരൂപ സങ്കല്പങ്ങളോട് കൂടിയ പദാർത്ഥബോധത്തിലും ഏറി അതിനുമേൽ അറിഞ്ഞിടുന്നവൻ അറിയുന്നവൻ്റെ ഉരുവിലും ദേഹത്തിലും ഒത്ത് വിട്ടുപോകാതെ അതിനോട് ചേർന്നു തന്നെ പുറത്തും ബാഹ്യവിഷയങ്ങളിലും ഉജ്ജ്വലിക്കും നിറഞ്ഞു പ്രകാശിച്ചു വിളങ്ങുന്ന കരുവിന് വസ്തുസ്വരൂപമായ ബോധത്തിന് കണ്ണുകൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ 5 ഉള്ളടക്കി പ്രത്യാഹരിച്ച് ധ്യാനനിഷ്ഠമാക്കി തെരുതെരെ തുടരെ വീണു വണങ്ങി പ്രണമിച്ച് ഓതിടേണം, നാമസങ്കീർത്തനം ചെയ്യണം, അഥവാ ഉപദേശിക്കണം, അഥവാ ചർച്ച ചെയ്യണം. അവനവനുണ്ടാകുന്ന നാമരൂപ സങ്കല്പങ്ങളോട് കൂടിയ പദാർത്ഥബോധത്തിലും അതിനുമേൽ അറിയുന്നവൻ്റെ ദേഹത്തിലും വിട്ടുപോകാതെ അതിനോട് ചേർന്നു തന്നെ ബാഹ്യവിഷയങ്ങളിലും നിറഞ്ഞ് പ്രകാശിച്ചു വിളങ്ങുന്ന വസ്തുസ്വരൂപമായ ബോധത്തിന് ജ്ഞാനേന്ദ്രിയങ്ങളെ 5 പ്രത്യാഹരിച്ച് ധ്യാനനിഷ്ഠമാക്കി തുടരെ പ്രണമിച്ച് നാമസങ്കീർത്തനം ചെയ്യണം, അഥവാ ഉപദേശിക്കണം, അഥവാ ചർച്ച ചെയ്യണം. തെരുതെര വീണു വണങ്ങി ഓതിടേണം. ഇവിടെ ഓതിടേണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സത്യാനുഭവത്തെ ലാക്കാക്കിയുള്ള
ഏതുതരം വാങ്മയ പ്രവൃത്തിയും അർത്ഥമാക്കാവുന്നതാണ്. ബ്രഹ്മവിദ്യയാണ് വിഷയം. അതിനധികാരി ഗുരുവോ ശിഷ്യനോ സുഹൃത്തോ ആരായാലും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച് മനസ്സ് ഏകാഗ്രപ്പെടുത്തി സർവവ്യാപിയായ സത്യത്തെ ഭാവന ചെയ്തുകൊണ്ട് വേണം അതിൽ വ്യാപരിക്കാൻ എന്ന് താൽപ്പര്യം. ഈ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പ്രപഞ്ചാനുഭൂതിയുടെയും അതിൽ നിന്നും വെളിവാകുന്ന പരമകാരണ സത്തയുടെയും സ്വരൂപം ഗുരുദേവൻ ക്രമമനുസരിച്ച് സുന്ദരമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചാനുഭൂതിയുടെ തുടക്കം അറിവിൽ അഥവാ ബോധത്തിൽ നിന്നാണ്. ബോധമുണ്ടോ പ്രപഞ്ചാനുഭവമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചാനുഭവമില്ല. ഇതാണല്ലോ നിയമം. നമ്മുടെ ഉള്ളിൽ അറിവ് അഥവാ ബോധം ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ ശരീരങ്ങളെപ്പോലും ഉള്ളതായി അറിയുന്നത്. അറിവിൻ്റെ ഫലമായി ആദ്യം അവനവൻ്റെ ശരീരം ഉള്ളതായിത്തീരുന്നു. അവനവൻ്റെ ശരീരം ഉള്ളതായിത്തീരുന്നതോടുകൂടി മറ്റു പ്രപഞ്ച ശരീരങ്ങളും ഉള്ളതായിത്തീരുന്നു. എല്ലാ പ്രപഞ്ച ശരീരങ്ങളുടെയും പ്രവർത്തന രഹസ്യം ഇതാണ്. അവയൊക്കെ ഉള്ളതായി നിലനിൽക്കുന്നത് അവയുടെ ഓരോന്നിലും ഉള്ളിൽ അറിവുള്ളതുകൊണ്ടാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നതോ അവ പരസ്പരം അറിയുന്നതുകൊണ്ടും. ചുരുക്കത്തിൽ അറിവില്ലെങ്കിൽ ഒരു പ്രപഞ്ച ഘടകത്തിനും സ്വന്തമായ നിലനിൽപ്പോ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പോ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നിയാമക ഘടകം അഥവാ പരമകാരണം അറിവ് അഥവാ ബോധം ആണെന്ന് അസന്ദിഗ്ധമായും തെളിയുന്നു. ശരീരബോധത്തിൽ കൂടി പ്രപഞ്ചബോധമുളവാക്കിക്കൊണ്ട് മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന അറിവ് സൂക്ഷ്മനാമരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കല്പങ്ങളുടെ പരമ്പരയാണെന്ന് മനസ്സിനെ പഠിച്ചിട്ടുള്ളവർക്ക് നിഷ്പ്രയാസം ബോധ്യപ്പെടും. ഉണ്ടായി മറയുന്ന ഈ സങ്കല്പങ്ങളുടെ പരമ്പര തന്നെയാണ് മനസ്സ്. ഉണ്ടായി മറയുന്ന സങ്കല്പങ്ങൾക്ക് ഉണ്ടാകാനും മറയാനും ആശ്രയമായി നിൽക്കുന്നത് സങ്കല്പരഹിതമായ ശുദ്ധബോധമാണെന്ന് യുക്തിക്കു തന്നെ തെളിയും. ഒരു സാധകനാകട്ടെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് സങ്കല്പങ്ങളെ നിരോധിക്കുന്നതോടെ ശുദ്ധബോധം സ്വസ്വരൂപമായി മറമാറി തെളിയുന്നു. സങ്കല്പ നിരോധം കൊണ്ടുള്ള ഈ അനുഭവ രഹസ്യം വെളിപ്പെടുത്താനാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പരമകാരണ സത്തയുടെ അനുഭവമുണ്ടാകുന്നതോടുകൂടി താനും തൻ്റെ സങ്കല്പവും തൻ്റെ ശരീരവും പുറത്തു കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ആ ബോധത്തിലെ വെറും നാമരൂപങ്ങൾ മാത്രമാണെന്നറിഞ്ഞ് അന്വേഷകൻ്റെ ഹൃദയം പൂർണ്ണ സംതൃപ്തിയും സുഖവും അനുഭവിക്കുന്നു. ആ പരമബ്രഹ്മവസ്തുവിൻ്റെ മുൻപിൽ അറിയാതെ തലകുനിച്ച് പ്രണമിച്ചു പോകുന്നു. ആ സർവശക്തൻ്റെ നാമങ്ങൾ കീർത്തിക്കുകയോ ആ സത്യം ഉപദേശിക്കുകയോ ആ ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്യുന്നവരൊക്കെ ഈ ദിവ്യഭാവനയോടെ വേണം അതൊക്കെ ചെയ്യാനെന്നാണ് ഒന്നാം പദ്യത്തിൻ്റെ താൽപ്പര്യം. അനുഭവിച്ചറിയാൻ കഴിയുന്ന ജഗത്തിൻ്റെ പരമകാരണവും സങ്കല്പരഹിതവുമായ ഈ ശുദ്ധബോധത്തെ വേദാന്തശാസ്ത്രം നിർവികൽപ്പജ്ഞാനം എന്ന് വിളിക്കുന്നു. വ്യക്തികളുടെ സങ്കല്പനിഷ്ഠമായ ബോധത്തെ സവികൽപ്പജ്ഞാനം എന്നും വിളിക്കുന്നു. വ്യക്തികളുടെ സങ്കല്പനിഷ്ഠമായ ബോധത്തെ സവികൽപ്പജ്ഞാനമെന്നും വിളിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം നിർവികൽപ്പജ്ഞാനമാണെന്നും അത് സൂര്യനെപ്പോലെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നതാണ് എന്നുമാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. അനുഭൂതിയുടെ മാധുര്യം ഊറി നിൽക്കുന്നതാണ് ഈ പദ്യം. നമുക്ക് ഓഡിയോ ബുക്ക് വീണ്ടും തുടർന്ന് കേൾക്കാം.